ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമൽ ആൻഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സാണ്. ചിലപ്പം നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരും, പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ഫോർമൽ ആൻഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്താണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കാം. നമ്മൾക്ക് ഈ ഒരു മെയിൻ ഫംഗ്ഷൻ ആദ്യമേ എടുക്കാം. ഇതിനകത്ത് ഈ ഒരു മെയിൻ ഫംഗ്ഷനെ നമ്മൾ കോളി ഫംഗ്ഷൻ എന്നും ഈ ആഡിനെ കോൾഡ് എന്ന് നമ്മൾ വിളിക്കും. അതായത് വിളിക്കുന്നവരെ കോളി എന്നും വിളിക്കപ്പെടുന്നതിനെ കോൾഡ് ഫംഗ്ഷൻ എന്നും നമ്മൾ വിളിക്കും. ഇനി ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മെത്തേഡിൻ്റെ പ്രോട്ടോടൈപ്പിൽ ഇങ്ങനെ കിടക്കുന്നതിനെയാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴത്തേനും ഞാൻ എൻ്റർ ചെയ്യുന്ന വാല്യൂസിനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ബേസിക്കലി ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഹോൾഡേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം എന്താണ് ഇപ്പം ഇപ്പോൾ ഏതെങ്കിലും ഒരു കറക്റ്റ് വാല്യൂസ് വരുമ്പോഴത്തേനും ആ ഒരു വാല്യൂയുടെ സ്ഥാനം ഇവരെടുക്കും എന്നുള്ളതാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏത് ഫംഗ്ഷനുമായിട്ടാണ് നമുക്ക് ഏത് വാല്യൂസുമായിട്ടാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആക്ച്വൽ പാരാമീറ്ററായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പ്രീവിയസ് എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇൻറ്റ് എ ബി സി, നമുക്ക് എ ബി സിക്ക് ഒരു വാല്യൂ ഇല്ല അല്ലേ, നമ്മൾക്ക് പക്ഷേ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു എ ബി സിയിലോട്ട് ഒറിജിനൽ വാല്യൂസ് ആയിട്ടുള്ള XYZ അല്ലെങ്കിൽ 10, 20, 30 വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫോർമൽ ആൻഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് പാസിംഗ് ബൈ വാല്യൂ ആണ്. സോ നമ്മൾക്ക് യൂഷ്വലി നമുക്ക് രണ്ട് രീതിക്ക് വാല്യൂസ് പാസ് ചെയ്യാം. ഒന്ന് പാസ് ബൈ വാല്യൂ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പാസ് ബൈ റെഫറൻസ്. റെഫറൻസ് എന്നുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അഡ്രസ് ലൊക്കേഷനാണ്. പാസ് ബൈ വാല്യൂ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി വേരിയബിൾസാണ്. ഇതിലിവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞുതരാം. ഞാനിവിടെ എൻ്റെ മെയിൻ ഫംഗ്ഷനാണ് ആദ്യമേ എടുക്കുന്നത്. മെയിൻ ഫംഗ്ഷനിൽ എക്സും വൈയും, ഓക്കെ, എക്സും വൈയും ഞാനിവിടെ എടുത്തു. എൻ്റർ ദ നമ്പേഴ്സ്. അപ്പം എനിക്കിപ്പോൾ എക്സിൻ്റെ വൈയിലെ 10ഉം 20ആണ് ഞാൻ എൻ്റർ ചെയ്ത വാല്യൂസ് എന്ന് വിചാരിക്കും. ബിഫോർ സ്വാപ്പിംഗ് 10ഉം 20ആണ്. സ്വാപ്പ് എക്സ് കൊമ വൈ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. ഓക്കെ, സ്വാപ്പ് എക്സ് കൊമ വൈ ഞാൻ വിളിക്കുമ്പോഴത്തേനും ഇവിടെ എക്സും വൈയും അല്ല പോകുന്നത്, ഇതിൻ്റെ കോപ്പിയാണ് പോകുന്നത്. സോ കോപ്പി ഓഫ് എക്സ് ആൻഡ് വൈ വിൽ ബി പ്രൊവൈഡഡ് ഹിയർ. 10 and 20. This is the copy. Okay. ഇനി ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇൻറ്റ് temp is equal to 10, a is equal to 20, then b is equal to 10. അപ്പോൾ ഇവിടെ സ്വാപ്പിംഗ് നടന്നിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് നമ്മളുടെ റിസൾട്ടിന് ഇങ്ങോട്ട് എത്തുന്നില്ല. അപ്പം പ്രിൻ്റ് എഫ് നമ്മൾ സ്വാപ്പ് എക്സ് കൊമ വൈ എന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ വാല്യൂസ് ചേഞ്ച് ആവുന്നില്ല. ഇവിടെ നമ്മളൊരു ടെമ്പററി കോപ്പി എക്സ് കോപ്പി അല്ല എ ആൻഡ് ബി വരുമ്പോഴത്തേനും ഇവിടെ ആണ് നമ്മൾ സ്വാപ്പിംഗ് നടത്തിയത്. എക്സിലും വൈയിലും അല്ല സ്വാപ്പിംഗ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. പാസ് ബൈ വാല്യൂയുടെ ഇഷ്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂയുടെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ കോപ്പി ആയിരിക്കും നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സിന് കൊടുക്കുന്നത്. സോ അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ അവരുടെ അഡ്രസ് ലൊക്കേഷനെ പോയിൻ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വാല്യൂസിൽ മാറ്റം വരത്തില്ല, കോപ്പിയിലായിരിക്കും ചേഞ്ചസ് വരുന്നത്. അതാണ് സ്വാപ്പിംഗ് അല്ല, നമ്മളുടെ പാസ് ബൈ വാല്യൂയുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാപ്പിങ്ങിൻ്റെ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ബൈ ചാൻസ് നമ്മളുടെ ഇപ്പം ഈ ഒരു വാല്യൂ റിട്ടേൺ എ കോമ ബി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ടെമ്പററി കോപ്പിയുടെ വാല്യൂ നമുക്ക് കയ്യിൽ കിട്ടിയാണ്. പക്ഷെ അങ്ങനത്തെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന സ്വാപ്പ് ഫംഗ്ഷനകത്ത് നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസ് എല്ലാം സ്വാപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ബൈ വാല്യൂ കോൾ ചെയ്യുമ്പോഴത്തേനും മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ആ ഒരു ചെയ്യുന്ന കാൽക്കുലേഷൻ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വരെ എത്തുന്നുണ്ട് എന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് വളരെ ക്വിക്കായിട്ട് നമുക്കിത് ജസ്റ്റ് നോക്കിപ്പോകാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂസ്. ഇവിടെ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ഇല്ല,
റിട്ടേൺ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വോയിഡ് കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ജസ്റ്റ് നമുക്ക് എന്താണ് കണ്ടൻറ്റ് നമ്മൾ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള കണ്ടൻറ്റിനെ എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഇൻപുട്ടൊന്നുമില്ല, അപ്പം ഞാൻ യൂസറിനോട് ചോദിച്ചാണ് ഇൻപുട്ട് എടുക്കുന്നത്, യൂസറിൻ്റെ കയ്യിലോട്ട് ഔട്ട്പുട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. നോ റിട്ടേൺ വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിവിടെ വോയിഡാണ്. ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റ് എ ഇൻറ്റ് ബി. അപ്പം ഇവിടെ എനിക്ക് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് ഞാൻ യൂസറിന് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ നത്തിങ് ഇസ് പാസ്ഡ് ഓൺ ടു മൈ മെയിൻ ഫങ്ഷൻ. നെക്സ്റ്റ് വൺ ഇസ് ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് വൺ റിട്ടേൺ വാല്യൂ. സോ റിട്ടേൺ വാല്യൂ ഉള്ളപ്പം എന്താണ് റിട്ടേൺ വാല്യൂയുടെ ടൈപ്പ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. സോ ഇഫ് ഇറ്റ് ഈസ് എൻ ഇൻറ്റീജർ അത് ഇൻറ്റ് എന്നുള്ളത് എടുക്കണം. പിന്നെ നോ ആർഗ്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അകത്തൊന്നും കാണത്തില്ല. അപ്പം റിട്ടേൺ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ ഫങ്ഷൻ ടെർമിനേറ്റ് ആവും ആൻഡ് മൈ വാല്യൂ വിൽ ഗോ ടു ദ മെയിൻ ഫങ്ഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെയാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ലൈക്ക് പെട്ടെന്ന് ബ്രഷപ്പ് ചെയ്ത് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ, വൺ റിട്ടേൺ വാല്യൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഇത്. അപ്പം ചിലപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ റിട്ടേൺ വാല്യൂസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ വൺ റിട്ടേൺ വാല്യൂ ആണ് പഠിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ് പോസിബിൾ ആണ്. സോ മൾട്ടിപ്പിൾ റിട്ടേൺ വാല്യൂസ് പോസിബിൾ ആണെന്ന് പറയുമ്പോഴത്തേനും ഇത്രയേ ഉള്ളൂ. കണ്ടീഷൻസിനനുസരിച്ച് നമുക്ക് ഒരു റിട്ടേൺ വാല്യൂ ഉള്ളൂ, വൺ റിട്ടേൺ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ കണ്ടീഷൻ അനുസരിച്ച് ഈ ഒരു റിട്ടേൺ വാല്യൂ മാറി മറിയും. ഇപ്പം എനിക്ക് ചെക്ക് ചെയ്യണം, ഐ നീഡ് ടു ചെക്ക് വെദർ മൈ നമ്പർ ഇസ് ഈവൻ ഓർ നോട്ട്. ഓക്കെ, ഈവൻ ഓർ നോട്ട്. അതിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, നമ്മൾ n mod 2 = 0 എന്ന് പറയുന്ന ഫോർമുല നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ഇഫ് n mod 2 = 0 return 1 which means that it is even, else return 0 which means it is odd. മെയിൻ ഫങ്ഷനിൽ എന്താണ് നടക്കുന്നത്, ഞാൻ എന്താണ് 1 എന്ന് പറഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു ടെൽ ദാറ്റ് ഇറ്റ് ഇസ് ഈവൻ. അതാണ് ഈവനാണ് 1 വരുന്നത്. അപ്പം പ്രിൻ്റ് ഓഫ് ഈവൻ ഓഫ് എ. ഇപ്പം എൻ്റെ നമ്പറിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ വാല്യൂ ആയിരിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്. അടുത്തത് റൈറ്റ് എ പ്രോഗ്രാം ടു പെർഫോം അത്മെറ്റിക് ഓപ്പറേഷൻസ് യൂസിങ് ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഫങ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫങ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷനെ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, അർത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഏതൊക്കെയാണ് അർത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉള്ളത്? ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ ആൻഡ് ഓക്കെ ആൻഡ് ഡിവൈഡ്. ആദ്യമേ ഞാനൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫങ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്കൊരു ഫങ്ഷൻ നെയിം വേണം. അപ്പോൾ ആദ്യമേ ഞാൻ ആഡ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ വേണോ എഴുതാം, ഇതിങ്ങനെ എഴുതാവൂന്ന് നിയമമൊന്നുമില്ല കേട്ടോ. അപ്പം എനിക്ക് 2 ഇൻപുട്ട് വേണം, ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഇത് എന്തെങ്കിലും എനിക്ക് റിട്ടേൺ ഉണ്ടോ, ഓക്കെ എനിക്ക് ഇൻറ്റീജർ റിട്ടേൺ ഉണ്ട്. എന്താണ് ഇതിൻ്റെ കണ്ടൻറ്റ് വരേണ്ടത്, എനിക്ക് ഒരു സം ഉണ്ട്. ഓക്കെ, സോ റിട്ടേൺ എ പ്ലസ് ബി. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡൊക്കെ നമ്മൾ എഴുതി. ഇനി നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യണം. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഞാൻ എൻ്റെ വാല്യൂസ് യൂസറിൻ്റെ എന്ന് ചോദിച്ചു. ഇത്രയും നമ്മൾ ഇൻപുട്ട് നമ്മൾ എടുക്കുന്നത് പണ്ട് പഠിച്ച സെയിം സാധനം തന്നെ. ഇനി പ്രിൻ്റ് എഫ് സം ഇസ് ഈക്വൽ ടു ഒരു നമ്പറാണ്. എന്താണ് ഈ നമ്പർ, ആഡ് എക്സ് കോമ വൈയുടെ റിട്ടേൺ വാല്യൂ ആണ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഇവിടുന്ന് കൺട്രോൾ നേരെ എങ്ങോട്ട് പോകും, ആഡ് എക്സ് കോമ വൈയിലോട്ട് പോകും. അപ്പോൾ എക്സ് കോമ വൈയിൽ എക്സിൻ്റെ വാല്യൂം വൈയുടെ വാല്യൂം വെച്ചിട്ട് ഇവരിവിടെ ആഡ് ചെയ്യും. ആ ഒരു റിസൾട്ട് ഇവരിവിടെ പ്രിൻറ്റ് ചെയ്യും. സം ഇസ് ഈക്വൽ ടു, ഇപ്പം എൻ്റെ നമ്പേഴ്സ് 10ഉം 20 ആണെങ്കിൽ സം വിൽ ബി 30. അതുപോലെ ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ ഒക്കെ നമുക്ക് ചെയ്യാം. മോഡുലോ നമുക്ക് നോക്കാം, ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ മോഡുലോ ഈസ് ഈക്വൽ ടു മോഡ് എക്സ് കോമ വൈ. അപ്പം എക്സ് കോമ വൈയുടെ മോഡുലോ എടുക്കുമ്പോഴത്തേനും നമ്മളുടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമ്മൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് കിട്ടും.
അപ്പം ഫങ്ഷൻസ് എഴുതുമ്പോഴത്തേനുമുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ടാസ്കുകളെ നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫങ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിനെ നമ്മൾ എങ്ങനെയാണ് ഫങ്ഷൻ യൂസ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് ലോജിക്ക് നോക്കാം. ലോജിക്ക് നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ ലോജിക്ക് ഓൾറെഡി പ്രീവിയസ് മോഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യും അല്ലേ? ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യും ബിറ്റ്വീൻ 2 ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് n. അപ്പം ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്ലാഗ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ ഈ ഒരു ലോജിക്ക് മൊത്തം നമ്മളൊരു ഫങ്ഷനകത്ത് കയറ്റാണ് ചെയ്യുന്നത്. ഞാനൊരു ഫങ്ഷൻ ചെക്ക് പ്രൈം എന്ന് പറഞ്ഞ് ഞാനൊരു ഫങ്ഷൻ ഞാൻ എഴുതി. ഈ ഒരു ഫങ്ഷൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ്? എനിക്ക് ഒരു നമ്പർ ആയിരിക്കും പ്രൈം നമ്പർ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പം അതിനെ ഞാൻ ഇൻറ്റ് n എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതിനൊരു റിട്ടേൺ വേണം. പക്ഷെ അപ്പോൾ ഒന്നെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫ്ലാഗ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന രീതി 1ഓ 0ഓ റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ എനിക്കാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് റിട്ടേൺ ചെയ്യുന്ന രീതിയിലാക്കാം. എനിവേസ് ഇറ്റ്സ് ആർ ചോയ്സ്. അപ്പം ഞാൻ തൽക്കാലത്തിന് ഇൻറ്റ് എന്നാണ് എടുക്കുന്നത്. ഞാനത് തുറക്കുവാണ്. ഓക്കെ, ഈ ബ്രാക്കറ്റിനകത്താണ് എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതുന്നത്, എന്തൊക്കെയാണ് ഞാൻ പ്രൈം നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ആദ്യമേ എന്താണ്, ആദ്യം എനിക്ക് ഞാൻ എൻ്റെ എൻ്റെ ഫോർ ഇതെടുത്തിട്ട് ഇൻറ്റ് i ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ റൂട്ട് ഓഫ് n വരെ ഞാൻ ചെക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു റിട്ടേൺ 1. ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു റിട്ടേൺ 0. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് പ്രൈമിനകത്തുള്ളത്. ഇനി അടുത്ത എന്താണ്, എൻ്റെ മെയിൻ ഫംഗ്ഷൻ ഞാൻ തുറന്നു. യൂസിൽ നിന്ന് ഞാനൊരു നമ്പർ അല്ലെങ്കിൽ ഞാനൊരു റേഞ്ച് ഞാൻ എടുത്തു. അപ്പം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ എൻ്റെ ചെക്ക് പ്രൈം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് പ്രൈം എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫ്ലാഗ് 0 ആണ്. ഫ്ലാഗ് 0 എന്തിനാണ് വരുന്നത്? പ്രൈം ആണെന്നുള്ളതിനാണ് നമ്മൾ ഫ്ലാഗ് 0 വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ നേരത്തെ പ്രൈം നമ്പേഴ്സ് എങ്ങനെയാണോ എഴുതേണ്ടത്, നമ്മളെങ്ങനെയാണ് ആ ഡിസ്പ്ലേ പ്രൈം നമ്പേഴ്സ് എന്നുള്ള ഒരു സംഭവം ചെയ്തത്, അത്രയും തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ 2 ഡിഫറൻസസ് എന്ന് പറയുന്നത് നമ്മളൊരു റേഞ്ച് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിനാണ് നമ്മളിവിടെ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഫംഗ്ഷൻ എന്ന് പറയുമ്പം നമ്മളുടെ മെയിൻ ലോജിക്കായിരിക്കും നമ്മുടെ ഫംഗ്ഷനകത്ത് വരുന്നത്. അപ്പോൾ പ്രൈം നമ്പർ ചെക്ക് ചെയ്യുന്ന നമ്മൾ പണ്ട് പഠിച്ച സ്റ്റെപ്പ് എല്ലാം നമ്മൾ പ്രൈമിനകത്ത് എന്നൊരു ഫംഗ്ഷനകത്ത് നമ്മൾ എഴുതും. നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യും, ഒരു റേഞ്ച് എടുക്കും. ഓക്കെ, റേഞ്ച് എടുത്തിട്ട് ആ ഒരു നമ്പറിനെ, ഓരോ ഇൻഡിവിജ്വൽ നമ്പറിനെ ഞാൻ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെക്ക് പ്രൈം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്.